ഓൾമോസ്റ്റ് 50% ഓഫ് ദ ബിസിനസ് ഫെയിൽസ് വിത്തിൻ ഫസ്റ്റ് 2 years എന്നാണ് പറയുന്നത്. ബ്രാൻഡ് എന്ന് പറഞ്ഞ ഒരു ഐഡന്റിറ്റിയാണ്. നമ്മളെ കസ്റ്റമറെ തിരിച്ചറിയുക എന്നുള്ളതാണ് ബ്രാൻഡിന്റെ ഉദ്ദേശം. നമ്മളുടെ ബിസിനസ്സിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻവെന്ററിയാണ്. കണ്ണൂരുള്ള ഒരു ഫ്രാഞ്ചൈസിക്ക് ഒരു പെർട്ടിക്കുലർ കളർ ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കാസർഗോഡ് നിന്ന് വാങ്ങിക്കാം, ബേക്കൽ നിന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ കോഴിക്കോട് നിന്ന് വാങ്ങിക്കാം. ഒരു ബ്രാൻഡ് നെയിമാണ്, വാല്യൂ ആണ്, ട്രസ്റ്റ് എന്നുള്ളതാണ്. നിങ്ങളുടെ നാട്ടിലൊരു 10 വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്ന റൂഫ് ടൈൽ ബിസിനസ് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിലും നാളെ KPG റൂഫിങ്സ് എന്നുള്ള പേരിൽ നിങ്ങൾ അവിടെ ഒരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ സ്വാഭാവിക ഞങ്ങൾക്ക് എപ്പോഴും ഫ്രാഞ്ചൈസി മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് കസ്റ്റമർ ചോദിക്കുന്ന ഒരു മെയിൻ ചോദ്യമാണ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീൽഡിൽ അവർക്ക് ഫ്രാഞ്ചൈസി ഓപ്ഷൻ വേണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും കൂടുതലുണ്ടാവുക ഒരു ഫുഡ് സെക്ടറിലെ ബ്രാൻഡാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറ്, കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടാവാറ്. അപ്പോൾ അവർക്ക് അതിനൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒന്നുകിൽ ഫാഷൻ ഫീൽഡ് അല്ലെങ്കിൽ ഒരു ഫാർമ ഫീൽഡ്, അങ്ങനെ ഏത് ഫീൽഡാണെന്നുള്ളത് ഏറ്റവും കൂടുതൽ ചോദിക്കാറുണ്ട്. ഞങ്ങളെപ്പോഴും ഒരു ട്രസ്റ്റ് ബിൽഡായിട്ട് അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് പറയാറുള്ളത് ഒരു റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള ഒരു ബ്രാൻഡുകളാണ് ഞങ്ങൾ പറയാറ്. എന്താ വെച്ചാൽ അത് ഒരു കേരളത്തിലെ സിനാരിയോ നോക്കുകയാണെങ്കിലും പുറത്ത് നോക്കുകയാണെങ്കിലൊക്കെ തന്നെ നല്ല ഏത് സമയത്തും ഒരു റിലയബിൾ ആയിട്ടുള്ളൊരു മാർക്കറ്റാണ്. നമുക്ക് എപ്പോഴും അതിൻ്റെ ഒരു വർക്ക് അതിലേക്കുള്ളത് ഉണ്ടാവും, ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിലേക്കുള്ള വർക്ക് ഉണ്ടാവും. അപ്പം അധികവും നമ്മൾ റിയൽ എസ്റ്റേറ്റ് ഫീൽഡാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യാറ്. അതിൽ നമ്മളെപ്പോഴും പറയുന്നൊരു ബ്രാൻഡാണ് KPG റൂഫിങ്സ്. അപ്പം അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒന്ന് റൂഫിംഗ് ടൈൽസിൽ ഏറ്റവും കൂടുതൽ നമ്പേഴ്സ് ഇന്ത്യയിൽ ലീഡ് ചെയ്യുന്നത് നമ്മളെ കേരളത്തിൽ മലപ്പുറത്തുള്ള ഒരു ബ്രാൻഡാണ് KPG റൂഫിങ്സ് ആണത്. 43 ഔട്ട്ലെറ്റ്സ് അവർക്കിപ്പം റണ്ണിങ് ഉണ്ട്. അത് 4 സ്റ്റേറ്റിലായിട്ട് കിടക്കുന്നുണ്ട്. കേരളത്തിലുണ്ട്, ഏറ്റവും കൂടുതൽ കേരളത്തിലാണുള്ളത്. പിന്നെ തമിഴ്നാട്, കർണാടക, തെലങ്കാന, ഇങ്ങനെ 4 സ്റ്റേറ്റിലായിട്ട് അത് വൈഡായിട്ട് ഡെവലപ്പായിട്ടുണ്ട് KPG റൂഫിങ്സ്. അപ്പം ഇന്നിപ്പോൾ നമ്മളെ കൂടെ ഉള്ളത് KPG റൂഫിങ്സിൻ്റെ ഡയറക്ടറായിട്ടുള്ള മിസ്റ്റർ റെജീലാണ്. അപ്പോൾ റെജീലിൻ്റെ അടുത്ത് നമുക്ക് ഈ ഫ്രാഞ്ചൈസി ഓപ്ഷൻ ചോദിക്കുന്ന ആൾക്കാർക്കുള്ള ഒരുപാട് ഡൗട്ടുകളുണ്ടാവും. ആ ഡൗട്ടുകളെല്ലാം നമ്മൾ സംസാരിച്ചിട്ട് എന്താണ് ഈ ബ്രാൻഡ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത് റെജീലിൻ്റെ ഡയറക്റ്റ് പറയുന്ന ഒരു സെഷനാണ് നമ്മളിവിടെ ഹോൾഡ് ചെയ്യുന്നത്. അപ്പം റെജീലിൻ്റെ അടുത്ത് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് ഈ ഒരു KPG റൂഫിങ്സിൻ്റെ ഒരു ജേണി എങ്ങനെയാണ് ഈ ബ്രാൻഡിലേക്ക് എത്തിയതെന്നുള്ളത് ഒന്ന് പറയുമോ? നമസ്കാരം. KPG റൂഫിങ്സ് എന്നുള്ളതിലുള്ള KPG എന്ന് പറയുന്നത് ആക്ച്വലി KP ഗ്രൂപ്പ് എന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പോൾ KP ഗ്രൂപ്പ് ശരിക്കും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് 1993-ലാണ്. അതായത് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫാദറായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഫാദർ മിലിറ്ററിയിലൊക്കെ ആയിരുന്നു. എയർഫോഴ്സിൽ നിന്ന് റിട്ടയർ ചെയ്ത് നാട്ടിലേക്ക് വന്നു. അതിനുശേഷം ഇങ്ങനെ പതിയെ ബിസിനസ്സിലേക്ക് എത്തിപ്പെട്ടതാണ്. അപ്പോൾ ആദ്യത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത് നമ്മുടെ കല്ലുവെട്ട് മെഷീനറീസ്, അതേപോലെ അഗ്രികൾച്ചർ മെഷീനറീസ്, ഇതിൻ്റെയൊക്കെ സെയില്, അതേപോലെ അതിൻ്റെ സ്പെയർ പാർട്സ്, ഈ രീതിയിലുള്ള ബിസിനസ്സായിരുന്നു. നമ്മുടെ പണ്ടത്തെ KP ഗ്രൂപ്പിൻ്റെ ലോഗോ നോക്കിയാൽ തന്നെ കാണാം, ഒരു നെൽക്കതിരും ഒരു കട്ടിംഗ് ബ്ലേഡും അതിൻ്റെ നടുവിൽ KP എന്ന് എഴുതിയിട്ടുള്ള അതാണ് നമ്മുടെ ലോഗോ. പിന്നീട് ഈ പറഞ്ഞ രീതിയിൽ ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ ബ്രാഞ്ച് എന്നുള്ള സിസ്റ്റത്തിൽ അത് ഗ്രോ ചെയ്തു. ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം സ്പെയർ പാർട്സ് ഒക്കെ വിൽക്കുന്ന കമ്പനിയായി. പിന്നീട് അതിനുശേഷം 2012-ലാണ് സത്യത്തിൽ നമ്മൾ റൂഫിംഗ് സെഗ്മെൻറ്റിലേക്ക് വരുന്നത്. മാർക്കറ്റിൻ്റെ ഒരു സെനാരിയോ ഒക്കെ ചേഞ്ച് ചെയ്ത് തുടങ്ങി. ആ സമയത്ത് ബിൽഡിംഗ് മെറ്റീരിയൽ സെഗ്മെൻറ്റിലേക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഫീൽഡിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോൾ ഏകദേശം നമ്മളുടെ ഒരു 20 വർഷത്തെ ഫാദറിൻ്റെ 20 വർഷത്തെ ഒരു എക്സ്പീരിയൻസും കൂടെ കൂട്ടി വെച്ചിട്ടാണ് KPG റൂഫിങ്സ് 2012 ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഗ്രോത്തിനെ വളരെയധികം സഹായിച്ചതും ഈ എക്സ്പീരിയൻസും ഈ സിസ്റ്റംസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ എങ്ങനെ അതിൻ്റെ ആ ഒരു 2012 മുതൽ ഇപ്പോൾ ഒരു 12 വർഷമായി. ഇപ്പോൾ KPG റൂഫിങ്സ് എന്ന ഒരു സെപ്പറേറ്റ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 12 വർഷമായി ഇപ്പം. അപ്പോൾ ആ ഒരു ജേണി പറയുകയാണെങ്കിൽ ഒരു ബിഗിനിങ് മുതൽ ഒരു 12 വർഷത്തെ ഒരു ജേണി പറയുകയാണെങ്കിൽ അത് എങ്ങനെ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റും? സത്യത്തിൽ നമ്മൾ 2012 നമ്മുടെ ഹോം ടൗൺ ആയിട്ടുള്ള മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ ബസാർ എന്ന സ്ഥലത്താണ് KPG റൂഫിങ്സ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. ആദ്യത്തിൽ ഹോൾസെയിൽ തന്നെ ആയിരുന്നു നമ്മുടെ ഒരു പ്രധാന ഫോക്കസ്. അപ്പോൾ നമ്മൾക്ക് ഓൾറെഡി അഗ്രോ മെഷീനറീസിന് വേണ്ടിയിട്ട് കുറേ കൗണ്ടേഴ്സ് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ബിൽഡിംഗ് മെറ്റീരിയൽസിൽ നാട്ടിൽ ടൈൽസിൻ്റെ ഷോറൂമുകൾ, അതേപോലെ പല രീതിയിലുള്ള ഫർണിച്ചറിൻ്റെ ഷോറൂം, ഇങ്ങനെ പല ഷോറൂംസായിട്ട് കണക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഷോറൂമുകളിലൊക്കെ നമ്മുടെ പ്രൊഡക്റ്റും കൂടെ ഡിസ്പ്ലേ ചെയ്ത് അതിൻ്റെ സെയിൽ നമ്മൾ ഒരു വെയർ ഹൗസും കാര്യങ്ങളും കീപ്പ് ചെയ്ത് സാറ്റിസ്ഫൈ ചെയ്യാം എന്നുള്ള രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഓവർ ദ ടൈം ഫസ്റ്റ് ഇയറിൽ നമുക്ക് മനസ്സിലായി, കാരണം അതിൽ കുറേ ചാലഞ്ചസ് ഫേസ് ചെയ്തു.
കാരണം കണ്ണൂർ ഉള്ളൊരു കസ്റ്റമർ ഒരു 1000 പീസ് ഓട് വേണമെന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും മലപ്പുറത്ത് അത് അങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കുന്നത് എക്കണോമിക്കലി ഫീസിബിൾ അല്ല. കാരണം ഒരു ലോഡ് എന്ന് വെച്ചാൽ നോർമൽ നമ്മുടെ നിസാൻ ലോഡൊക്കെ ആണെങ്കിൽ ഏകദേശം 2500 ഓട് പോകേണ്ടതാണ്. പിന്നെ 1-2 ഓർഡേഴ്സ് ഒരുമിച്ച് കിട്ടിയാൽ അത് ക്ലബ് ചെയ്തിട്ട് വേണം ഒരുമിച്ച് വിടാൻ, എങ്കിൽ മാത്രമേ ട്രാൻസ്പോർട്ടേഷനൊക്കെ വർക്കൗട്ട് ആവും. അന്ന് മാർക്കറ്റ് സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ്. അപ്പോൾ പിന്നെ ഇതിനുള്ളൊരു സൊല്യൂഷൻ എന്ന് വെച്ചാൽ നമുക്ക് തൊട്ടടുത്തുള്ള ജില്ലകളിലെങ്കിലും നമുക്കൊരു സ്റ്റോക്ക് പോയിന്റ് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിൽ 2ാമത്തെ വർഷം തന്നെ നമ്മൾ മലപ്പുറത്ത് ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്തു, കോഴിക്കോട്, അതേപോലെ കണ്ണൂർ, ഈ 3 ജില്ലകളിലും ഓരോ ചെറിയൊരു വെയർ ഹൗസും കൂടെ സെറ്റ് ചെയ്തു. അതാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഫസ്റ്റത്തെ ബ്രാഞ്ചസ്. ഓക്കെ, അപ്പോൾ ഈ ലോജിസ്റ്റിക്സ് സോൾവ് ചെയ്യുന്നതാണ് ഇനീഷ്യലി നിങ്ങൾ എടുത്തൊരു പ്ലാൻ? ലോജിസ്റ്റിക്സ് സോൾവ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിലൂടെ നമുക്ക് വലിയൊരു അഡ്വാൻറ്റേജ് കിട്ടി. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തിൽ നമ്മൾ മറ്റ് പ്രൊഡക്ട്സ് ചെയ്യുന്ന ആളുകൾക്കായിരുന്നു ഈ മെറ്റീരിയൽ കൊടുത്തത്. സാധാരണ ഫ്ലോർ ടൈൽസ് ഫർണിച്ചറോ പോലെയല്ല, കുറച്ചുകൂടെ സർവീസ് ഓറിയൻറ്റഡ് ഇൻഡസ്ട്രിയാണ്. അതേപോലെ പുതിയൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ആളുകൾക്കൊന്ന് എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കണം. സ്വാഭാവികമായിട്ടും ഒരു ടൈൽസ് വിൽക്കുന്ന ആളുടെ അടുത്ത് അവർ റൂഫ് ടൈൽ മാത്രമേ കാണിച്ചു കൊടുക്കുള്ളൂ, ബാക്കി പറഞ്ഞു കൊടുക്കാൻ അവർക്ക് അറിയില്ല. അപ്പോൾ ഇതിലൂടെ സ്ഥിരമായിട്ട് നമുക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി ലോസ് വരുന്നുണ്ട്. ഈ ഒരു രീതിയിലേക്ക് നമ്മൾ ബ്രാഞ്ചസ് ഇട്ട് അവിടെയുള്ള പാർട്ട്ണർ എന്ന് വെച്ചാൽ ഈ സോൺലി ഫോക്കസിങ് ഓൺ ദ റൂഫ് ടൈൽസ്, ഒറ്റ ഫോക്കസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഗ്രാജുവലി അവിടെ വോളിയൂംസ് ബിൽഡപ്പ് ആവാൻ തുടങ്ങി. പിന്നെ അതിനേക്കാൾ ഉപരി ഡയറക്റ്റ് കസ്റ്റമേഴ്സ് അവിടെ വന്ന് ഹിറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നോർമലി ബിസിനസ്സിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഒരു സ്റ്റോക്കിസ്റ്റ് ഉണ്ടായിരിക്കും മേ ബി, അത് കഴിഞ്ഞൊരു ഡിസ്ട്രിബ്യൂട്ടർ, ഡീലർ, സംടൈംസ് ദർ ഇസ് ആൻ ഏജൻറ്റ്, പിന്നെ കസ്റ്റമർ. അങ്ങനെ 3 അല്ലെങ്കിൽ 4 ടയറിലാണ് കസ്റ്റമറുടെ അടുത്തേക്ക് പ്രൊഡക്റ്റ് എത്തുക. അപ്പോൾ അവിടെ ഓരോ സ്ഥലത്തും അതിൻ്റെതായ ഒരു മാർക്കപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എൻ്റെ കസ്റ്റമർക്ക് അത്യാവശ്യം കുറച്ചുകൂടെ കോസ്റ്റ്ലി ആയിട്ടാണ് പ്രൊഡക്റ്റ് കിട്ടുന്നത്. എന്നാൽ ഈ എല്ലാ ആളുകൾക്കും സർവ് ചെയ്യാനുള്ളൊരു മാർജിൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അതും പ്രോപ്പറായിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഈ ഒരു ബ്രാഞ്ച് സിസ്റ്റത്തിലേക്ക് വന്നതിന് ശേഷം ഡയറക്റ്റ് കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് ഞങ്ങൾക്ക് എത്താൻ പറ്റി. കസ്റ്റമേഴ്സിന് നല്ല പ്രൈസിൽ പ്രൊഡക്റ്റ് കിട്ടാൻ തുടങ്ങി. മാർക്കറ്റിൽ ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് കസ്റ്റമേഴ്സിന് പ്രൊഡക്റ്റ് കിട്ടാൻ തുടങ്ങി. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കും ഒരു ഹെൽത്തി മാർജിൻസും കിട്ടാൻ തുടങ്ങി. അപ്പോഴാണ് ഇതൊരു സ്കെയിലബിൾ മോഡലാണ് എന്നുള്ളത് മനസ്സിലായത്. പിന്നീട് ഞങ്ങളുടെ അതേ രീതി പല കമ്പനികളും ഇമിറ്റേറ്റ് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പലരും ഒരു സ്വാഭാവികമാണല്ലോ, ഏതൊരു ബിസിനസ്സിലും ഒരു ടീമിന് ഗ്രോത്ത് വരുന്നത് കണ്ടാൽ ബാക്കി എല്ലാവരും അത് ഇമിറ്റേറ്റ് ചെയ്യും. പിന്നെ പതിയെ അതൊരു അൺഹെൽത്തി കോമ്പറ്റീഷനിലേക്ക് എത്തും. ആക്ച്വലി പ്രൈസ് വാർ എന്ന് പറയുന്ന ഒരു സിനാരിയോയിലേക്ക് എത്തും. അപ്പോൾ മെല്ലെ നമ്മുടെ ബിസിനസ് ഈ പറഞ്ഞൊരു പ്രൈസ് വാറിലേക്ക് എത്തി. കുറേ പുതിയ പ്ലെയേഴ്സ് വന്നു. പുതിയ പ്ലെയേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, ചില ആളുകൾ ഞങ്ങളെക്കാൾ മുമ്പ് സ്റ്റാർട്ട് ചെയ്ത ആളുകളും ഉണ്ടായിരുന്നു. പ്രൈസ് വാർ കാര്യങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു പ്രൈസ് വാറിൻ്റെ സമയത്താണ് സത്യം പറഞ്ഞാൽ ഒരു ബ്രാൻഡിങ്ങിൻ്റെ ആവശ്യകത നമുക്ക് ശരിക്കും മനസ്സിലായത്. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് എപ്പോഴും ഒരു പ്രൈസ് വാർ അല്ലെങ്കിൽ ഒരു റെഡ് ഓഷ്യൻ മാർക്കറ്റ് ആവുന്ന സമയത്താണ് ഒരു ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് നമുക്ക് ഏറ്റവും നല്ലത്. കാരണം സ്വാഭാവികമായിട്ട് പ്രൈസ് കുറയുന്ന സമയത്ത് നമ്മൾ പ്രൈസ് കുറയ്ക്കണം, നമ്മൾ വെൻഡേഴ്സിനെ സ്ക്വീസ് ചെയ്യും, റോ മെറ്റീരിയൽസിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യും, സ്വാഭാവികമായിട്ട് അതിൻ്റെ ക്വാളിറ്റി കുറയും, കസ്റ്റമർക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും കുറയും. അപ്പോൾ ഈ ക്വാളിറ്റി കുറഞ്ഞ പ്രൊഡക്ട്സാണ് പിന്നെ മാർക്കറ്റിൽ മെയിനായിട്ട് കളിക്കാൻ പോകുന്നത്. ഈ സമയത്ത് എപ്പോഴും എല്ലാ മാർക്കറ്റിലും ക്വാളിറ്റി കോൺഷ്യസ് ആയിട്ടുള്ള ഒരു പറ്റം കസ്റ്റമേഴ്സ് ഉണ്ട്. ഈ കസ്റ്റമേഴ്സിന് ആര് ടാർഗറ്റ് ചെയ്യുന്നു, അവർക്ക് ആര് കാറ്റർ ചെയ്യുന്നു, അവർക്ക് ഈസി ആയിട്ട് ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ പറ്റും. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ക്വാളിറ്റിയിലുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഈ പറയുന്ന ക്വാളിറ്റി ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സിന് കൊടുക്കാനുണ്ടെങ്കിൽ അറ്റ് ദ സെയിം ടൈം ഈ താഴെ കിടക്കുന്ന ഈ ഒരു റാറ്റ് റേസ് ഉണ്ടല്ലോ, ഈ പ്രൈസ് വാർ, അതിലും നമ്മൾ സർവൈവ് ചെയ്യണം. അതിൽ ഫോക്കസ് ചെയ്യാതെ നിന്നാൽ ചിലപ്പോൾ നമ്മൾ കമ്പനി തന്നെ നിലനിൽപ്പിനെ ബാധിക്കും. പക്ഷെ അതിൽ നമ്മൾ സർവൈവ് ചെയ്യുന്നതുകൊണ്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് സെയിം ക്വാളിറ്റിയിലുള്ള നല്ല പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ വി ക്യാൻ ഈസിലി എസ്റ്റാബ്ലിഷ് എ ബ്രാൻഡ്. ആളുകൾ നമ്മളുടെ അടുത്തേക്ക് ചോദിച്ച് വന്ന് വേർഡ് ഓഫ് മൗത്ത് വെച്ചിട്ട് തന്നെ നമ്മൾ ബ്രാൻഡ് ആവും. KPG റൂഫിന് ശരിക്കും ഈ ഒരു രീതിയിലാണ് ശരിക്കും സംഭവിച്ചത്. പിന്നെ സ്വാഭാവികമായിട്ട് ബ്രാൻഡ് വരുന്ന സമയത്ത് നമ്മൾക്ക് കൂടുതൽ പ്രൊഡക്ട്സ് വേണ്ടി വരും. ബ്രാൻഡിൽ എല്ലാ പ്രൈസ് റേഞ്ചിലുള്ള പ്രൊഡക്റ്റും വേണം. നമുക്ക് കുറഞ്ഞ പ്രൈസിലുള്ള സാധനം വേണം, മീഡിയം സെഗ്മെൻറ്റിലുള്ള പ്രൊഡക്ട്സ് വേണം, ഹയർ പ്രൈസിലുള്ള പ്രീമിയം പ്രൊഡക്ട്സ് വേണം. പ്രൈസിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള പല കസ്റ്റമേഴ്സും വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ വോളിയം വീണ്ടും ഇൻക്രീസ് ചെയ്യണം. വോളിയം ഇൻക്രീസ് ചെയ്യണമെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ ഇതേ രീതിയിൽ ബ്രാഞ്ചസ് അല്ലെങ്കിൽ ഔട്ട്ലെറ്റ്സിൻ്റെ എണ്ണം കൂട്ടണം. അപ്പോൾ ആ ഒരു ടൈമിലാണ് നമ്മൾ ശരിക്കും ബ്രാൻഡിങ്ങിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു റാപ്പിഡ് എക്സ്പാൻഷനിലേക്ക് പോകുന്നത്. നമ്മൾ നൈബറിങ് ആയിട്ടുള്ള എല്ലാ ജില്ലകളിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആരെ കിട്ടിയാൽ അവരെ പിടിച്ചൊരു ബ്രാഞ്ച് ഇടുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തി.
അല്ല ഇത് ശരിക്കും ഒരു നല്ല ലേണിങ്സ് ആണ് ഇപ്പോൾ ഒരു വളർന്നു വരുന്ന ഓണ്ടർപ്രണേഴ്സിനുള്ള. കാരണം ഒന്ന് ശരിക്കും ഇതൊരു അൺഓർഗനൈസ്ഡ് മാർക്കറ്റിൽ നിന്നാണ് ബിൽഡ് ചെയ്ത്. ഈ അൺഓർഗനൈസ്ഡ് മാർക്കറ്റിൽ നിന്ന് നമ്മളൊരു ഓർഗനൈസ്ഡ് സെക്ടറിലേക്ക് നമ്മൾ മാറുമ്പോൾ അപ്പം ഉണ്ടാവുന്ന ഒരു മെയിൻ ഇഷ്യൂ ആണ് ഈ അൺഹെൽത്തി കോമ്പറ്റീഷൻ, പ്രൈസ് വാറും കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ അവിടെ സർവൈവ് ചെയ്യാനുള്ള ഏറ്റവും ഹെൽപ്പായിട്ടുള്ള ഒരു സംഭവമാണ് ബ്രാൻഡ് ബിൽഡ് ചെയ്യുക എന്നുള്ളത്. ഓട്ടോമാറ്റിക്കലി ആ ബ്രാൻഡ് ബിൽഡ് ഉണ്ടാകുമ്പം കസ്റ്റമർ നമ്മുടെ ഫോക്കസിലേക്ക് എത്തും, നമ്മൾ ഫോക്കൽ പോയിന്റിലേക്ക് അവരെത്തും. കാരണം അവിടെ ഒരു ഡിഫറെൻ്റ് ഉണ്ട്. മറ്റേവിടെ നമ്മൾ തമ്മിൽ ഡിഫറെൻ്റ് എന്താ വെച്ചാൽ നമുക്ക് ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഈസിലി കിട്ടും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബിൽഡ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ട്രസ്റ്റും നമ്മളെ ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ കസ്റ്റമർക്ക് നമുക്ക് എങ്ങനെയാണ് ശരിക്കും KPGക്ക് അത് ഒരു ഓഫർ ചെയ്യാൻ പറ്റും, ഏത് രീതിയിലുള്ള ഏറ്റവും ടോപ്പ് മൊമെൻറ്റിലേക്ക് നമുക്ക് എങ്ങനെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എത്തിക്കാൻ പറ്റും എന്നുള്ളത് എങ്ങനെ പറയാൻ പറ്റുക? ആക്ച്വലി ബ്രാൻഡ് എന്ന് പറഞ്ഞൊരു ഐഡൻറ്റിറ്റിയാണ്. നമ്മളെ കസ്റ്റമർ തിരിച്ചറിയുക എന്നുള്ളതാണ് ബ്രാൻഡിൻ്റെ ഉദ്ദേശം. അപ്പോൾ ബ്രാൻഡിങ് ചെയ്യാൻ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് കസ്റ്റമേഴ്സിനെ എങ്ങനെയെങ്കിലും നമ്മുടെ അടുത്തേക്ക് എത്തിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള നമ്മുടെ മുന്നോട്ടുള്ള യാത്ര ശരിക്കും നമ്മളുടെ ഈ ഒരു വേർഡ് ഓഫ് മൗത്ത് അല്ലെങ്കിൽ ഈ കസ്റ്റമേഴ്സിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമേ സർവൈവ് ചെയ്യണമെങ്കിൽ. കാരണം ഇനീഷ്യലി നമ്മുടെ അടുത്തേക്ക് ആളുകൾ എത്തിക്കാൻ ആർക്കും പറ്റും, പക്ഷെ അത് മാനേജ് ചെയ്യുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. ലോട്ടറി പലർക്കും അടിക്കും, പക്ഷെ എന്താണ് കാശുകാരനെ നിൽക്കണമെങ്കിൽ അതിന് വേറൊരു രീതി തന്നെ നിലനിർത്തുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ എപ്പോഴും പറയാറുള്ളത് നമ്മുടെ ഫസ്റ്റ് 300 കസ്റ്റമർ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കസ്റ്റമേഴ്സ്. ഒരു വർഷത്തിൽ ഏകദേശം 300 വർക്കിംഗ് ഡേയ്സ് ആണ് ഉണ്ടാവുക, ഒരു 52 സൺഡേസ് ഉണ്ടായിരിക്കും, പിന്നെ ബാക്കി കുറച്ച് ഹോളിഡേയ്സ് ഒക്കെ, അപ്രോക്സിമേറ്റ്ലി 300 ഡേയ്സ്. അപ്പോൾ നമുക്കൊരു 300 കസ്റ്റമേഴ്സ് എന്നുള്ളൊരു മാർക്കിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഈ കസ്റ്റമേഴ്സൊക്കെ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ പിന്നീട് നമുക്ക് പിന്നീടുള്ള ഒരു വർഷം നമുക്ക് ഈ കസ്റ്റമേഴ്സിൻ്റെ ഒക്കെ എടുത്തുനിന്ന് ഒരു റെഫറൻസെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇഫ് ദേ ആർ സാറ്റിസ്ഫൈഡ് കസ്റ്റമർ, ഈ ഒരു രീതിയിലേക്ക് എത്തിയാൽ പിന്നെ നെക്സ്റ്റ് ഇയർ തൊട്ട് നമുക്ക് ഡെയിലി ഒരു റെഫറൻസ് ഈ കസ്റ്റമറിൻ്റെ അടുത്ത് കിട്ടും. ശരിക്കും നമ്മളേക്ക് ഒരു റെഫറൻസ് സെയിലിൻ്റെ ക്ലോഷർ നോക്കുകയാണെങ്കിൽ അറൗണ്ട് 69% ആണ്. അതായത് 10 പേര് വന്നാൽ 6-7 പേരെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് സാധനമായി. ഈ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ബിസിനസ്സിൽ. നമ്മൾ ചിലപ്പോൾ പല കേസിലും ലോസിന് വരെ കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ നീഡിനനുസരിച്ച് ചെയ്ത് കൊടുത്ത കേസുകളുണ്ട്. അപ്പോൾ ബിസിനസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ഷോറൂമുകളിലൊക്കെ നമ്മുടെ സ്റ്റാഫിനൊക്കെ നല്ല രീതിയിൽ കസ്റ്റമറെ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യാമെന്നുള്ളതിന് ട്രെയിനിങ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. കാരണം ഈ കസ്റ്റമേഴ്സാണ് നമ്മളുടെ ഭാവിയിലുള്ള ബ്രാൻഡ് അംബാസിഡേഴ്സ്. നമ്മുടെ സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സാണ് നമ്മുടെ ഏറ്റവും നല്ല ബ്രാൻഡ് അംബാസിഡേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളിപ്പം ഇപ്പോൾ ഫ്രാഞ്ചൈസി ലെവലിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ 43 ഔട്ട്ലെറ്റ്സ് ഇപ്പോൾ KPGക്ക് റണ്ണിങ് ഔട്ട്ലെറ്റ്സ് ഉണ്ട്. അപ്പം ശരിക്കും ഒരു ഫ്രാഞ്ചൈസി എടുക്കുന്ന ആൾക്കാർക്ക് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരുപാട് സംഗതികൾ ഫ്രാഞ്ചൈസിയുടെ അടുത്ത് നിന്ന് വേണം. വെച്ചാൽ ഫ്രാഞ്ചൈസി എടുക്കുന്ന ആൾക്കാർ അവർക്ക് എന്തൊക്കെ ബെനിഫിറ്റാണ് കിട്ടുക എന്നുള്ളത് നോക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആദ്യം തന്നെ സോൾവ് ചെയ്യാൻ നോക്കിയ ലോജിസ്റ്റിക്സ് ആണ്. ഇപ്പോൾ ആ ഒരു സോൾവിങ്ങിൽ തന്നെ ഇപ്പോൾ ഒരു ഔട്ട്ലെറ്റ് ഇല്ലെങ്കിൽ മറ്റൊരിടത്തുനിന്ന് എത്തിക്കാൻ പറ്റും, ആ ലെവലിലെ ബെനിഫിറ്റ് ഒക്കെ ഉണ്ടാവും. അപ്പം ഇതെല്ലാം ജോയിൻ ചെയ്തിട്ട് ഫ്രാഞ്ചൈസി എടുക്കുന്ന ആൾക്കാർക്ക് എന്തൊക്കെ ബെനിഫിറ്റാണ് KPG കൊടുക്കുന്നത്, എന്തൊക്കെ സപ്പോർട്ടിങ് സിസ്റ്റം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. സാധാരണ ഒരു ബിസിനസ് തുടങ്ങുന്ന ആളുകൾ ഇപ്പോൾ പറയുന്നത് ഇന്ത്യയിലൊക്കെ ഓൾമോസ്റ്റ് 50% ഓഫ് ദ ബിസിനസ് ഫെയിൽസ് വിത്തിൻ ഫസ്റ്റ് 2 years എന്നാണ് പറയുന്നത്. 2 വർഷത്തിനുള്ളിൽ 50% ബിസിനസ് പൊട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ള മേജർ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് പ്രൊഡക്റ്റ് നോളജ് കുറവായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയെക്കുറിച്ചുള്ള നോളജ് ഉണ്ടായിരിക്കും. രണ്ടാമത് അതിൻ്റെ മാനേജ്മെൻറ്റ്, ഫൈനാൻസ് ആയാലും അതിൻ്റെ പ്രൊസീജിയേഴ്സ് ആയാലും കാര്യങ്ങളൊക്കെ. മൂന്നാമത്തത് അതിൻ്റെ ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. ഇതാണ്. അപ്പോൾ നമ്മളുടെ ബിസിനസ്സിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻവെൻട്രിയാണ്. കാരണം നമ്മളതൊരു അങ്ങനെ ഷെൽഫ് ലൈഫ് ഡീക്കേ ചെയ്തു പോകുന്ന ഒരു മെറ്റീരിയലോ കാര്യങ്ങളോ ഒന്നുമല്ല. പ്രൂഫ് ടൈൽസ് ആണ്, ഒരിക്കലും കേട് വരാത്തൊരു മെറ്റീരിയലാണ്. ഇതിൻ്റെ ട്രെൻഡ്സ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫോർ ദ പാസ്റ്റ് 10 years ഇറ്റ്സ് ബീൻ സ്റ്റേബിൾ. വളരെ വലിയ ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും അതിൻ്റെ ട്രെൻഡ്സിലോ അല്ലെങ്കിൽ ഡിസൈൻസിലോ കളേഴ്സിലോ ഒന്നും വന്നിട്ടില്ല. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു മാർക്കറ്റാണ്. അപ്പോൾ ഏത് ടൈമിലും ഇതിനൊരു ഏത് പ്രൊഡക്ഷൻ ഉണ്ടെങ്കിലും നമുക്കത് സെല് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾക്ക് ഇത്രയും ബ്രാഞ്ചസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് B2B ട്രാൻസാക്ഷൻസ് ഈസിയാണ്. നമ്മൾ ഇൻട്രാ ബ്രാഞ്ച് ട്രാൻസ്ഫേഴ്സ് നടക്കുന്നുണ്ട്. അതായത്
കണ്ണൂരുള്ള ഒരു ഫ്രാഞ്ചൈസിക്ക് ഒരു പെർട്ടിക്കുലർ കളർ ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്കത് കാസർഗോഡ് നിന്ന് വാങ്ങിക്കാം, ബേക്കിൽ നിന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ എന്താണ് കോഴിക്കോട് നിന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ മലപ്പുറത്ത് നിന്ന് വാങ്ങിക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാവുന്ന സമയത്ത് വളരെ ചെറിയ ഇൻവെൻറ്ററി വെച്ചിട്ട് തന്നെ നമുക്ക് കുറേ അധികം പ്രൊഡക്ട്സ് കാറ്റർ ചെയ്യാൻ പറ്റും. അതൊരു വലിയൊരു അട്രാക്ഷനാണ്. കാരണം ഒരു ഫുൾ ഫങ്ഷനിങ് ആയിട്ട് ഫ്രാഞ്ചൈസി എടുക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് ഏരിയയുടെ ആവശ്യമില്ല, ഇൻവെസ്റ്റ്മെന്റ് ടൂ മച്ച് ആവശ്യമില്ല, ഫുൾ സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കമ്പനി എത്ര പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ടോ അത്ര തന്നെ പ്രൊഡക്ട്സ് നമുക്കൊരു വളരെ ചെറിയൊരു ബ്രാഞ്ച് വെച്ചിട്ട് ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റും. അതൊരു വലിയൊരു അട്രാക്ഷനാണ്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും വലുത് നമ്മളൊരു ബ്രാൻഡ് നെയിമാണ്, വാല്യൂ ആണ്, ട്രസ്റ്റ് എന്നുള്ളതാണ്. നിങ്ങളുടെ നാട്ടിലൊരു 10 വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്ന റൂഫ് ടൈൽ ബിസിനസ് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിലും നാളെ KPG റൂഫിങ്സ് എന്നുള്ള പേരിൽ നിങ്ങൾ അവിടെ ഒരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അയാളേക്കാൾ മൈലേജ് നിങ്ങൾക്കാണ് കിട്ടുക. കാരണം ഇന്ന് എല്ലാവരും ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്. ഈ നാട്ടിലെ തൊട്ടടുത്ത നാട്ടിൽ KPGയുടെ ഷോറൂം അവർ കണ്ടിട്ടുണ്ടാവാം. പ്രത്യേകിച്ച് ആർക്കിടെക്ട്സ് എഞ്ചിനീയേഴ്സൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അവർ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിലെങ്കിലും നമ്മുടെ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു ട്രസ്റ്റ് കാര്യങ്ങളുണ്ടാവും. അത് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ രീതിയിലുള്ള മാർക്കറ്റിംഗ് സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടല്ലേ? എന്തൊക്കെ മാർക്കറ്റിംഗ് സപ്പോർട്ട് ആയിരിക്കും? ഇപ്പോൾ എല്ലാവർക്കും അറിയേണ്ട ഈസിലി ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഒരു ഓൺഗോയിങ് സപ്പോർട്ട് എന്തൊക്കെ വേണമെന്നുള്ളതാണ്. അപ്പോൾ മാർക്കറ്റിംഗിന്റെ ബേസിൽ നമുക്ക് എന്തൊക്കെ സപ്പോർട്ടാണ് KPG കൊടുക്കാൻ പറ്റുക നമ്മൾ ഫ്രാഞ്ചൈസി എടുക്കുന്ന ആൾക്കാർക്ക്? നമുക്ക് നല്ല രീതിയിലൊരു പ്രൊജക്ട് മാനേജ്മെന്റ് ടീമുണ്ട്. അപ്പോൾ പ്രൊജക്ട് സെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവർ തന്നെ ഡയറക്റ്റ് പോയിട്ടാണ് ഹാൻഡിൽ ചെയ്യാറുള്ളത്. അതേപോലെ ആർക്കിടെക്ട്സ് എഞ്ചിനീയേഴ്സ് ഇവരെ വിസിറ്റ് ചെയ്യാൻ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രൊജക്ട് സെയിൽസ് ടീം സപ്പോർട്ട് ചെയ്യും. സ്വാഭാവികമായിട്ട് ഒരു ഏരിയയിലുള്ള ആർക്കിടെക്ട്സ് എഞ്ചിനീയേഴ്സ് ഇവരെല്ലാം നമ്മൾ മാപ്പ് ചെയ്യുന്നു, പോയി വിസിറ്റ് ചെയ്യുന്നു, നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. അതേപോലെ ഫാബ്രിക്കേറ്റേഴ്സ് ഈ പറഞ്ഞ ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫാബ് മീറ്റ്സ് നടത്താറുണ്ട്. ഇവർക്ക് ഈ മെറ്റീരിയലിനെ കുറിച്ചുള്ള ഒരു ട്രെയിനിങ്, ബേസിക് ട്രെയിനിങ്സ് നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് ഓൺലൈൻ സോഷ്യൽ മീഡിയ ഇതിലൂടെയൊക്കെ നല്ല ലീഡ്സ് വരാറുണ്ട്. പിന്നെ പലപ്പോഴും ചിലപ്പോൾ കണ്ണൂരുള്ളൊരു കസ്റ്റമർ ആയിരിക്കും, ചിലപ്പോൾ കോഴിക്കോട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ബ്രാഞ്ചിലായിരിക്കും ചിലപ്പോൾ എൻക്വയറി വരുന്നത്. അപ്പോൾ അത് നമുക്ക് കണ്ണൂരിലെ ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും. സെൻട്രലൈസ്ഡ് ആയിട്ട് വരുന്ന ലീഡ്സ് ഏരിയ നോക്കിയിട്ട് നമ്മുടെ CRM ത്രൂ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാറുണ്ട്. ഈ പറഞ്ഞ രീതിയിലെല്ലാം നമുക്ക് ബിസിനസ്സിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇതിനേക്കാളെല്ലാം ഉപരി ഇവർ KPG എന്നുള്ള ഒരു കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് കസ്റ്റമേഴ്സ് KPG റൂഫിങ്സ് എന്ന ഈ ഒരു ബ്രാൻഡിലേക്കാണ് ഇവരെ ചേർത്ത് വയ്ക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ട്രസ്റ്റ് കാര്യങ്ങൾ, അതിൻ്റെ ഒരു മാർക്കറ്റ് പുഷ് കാര്യങ്ങളൊക്കെ ഇവർക്ക് കിട്ടും. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പം ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ കേരളത്തിൽ ബ്രാഞ്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 35+ കേരളത്തിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അത്രയും ഔട്ട്ലെറ്റ്സ് കേരളത്തിൽ ഉണ്ടാകുമ്പോൾ ഇവിടുന്ന് വരുന്ന എൻക്വയറീസ് എല്ലാം നമുക്ക് ഇപ്പം KPGക്ക് ഡയറക്റ്റ് വരുന്ന എൻക്വയറി ആണെങ്കിലും ഏത് ലൊക്കേഷൻ അനുസരിച്ച് അതിനൊക്കെ അവർക്ക് മാപ്പ് ചെയ്യും അല്ലേ? പിന്നെ അതേപോലെ നമുക്ക് പുറത്തും ബ്രാഞ്ചസ് ഉണ്ടല്ലോ, ഇപ്പം കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ ഉണ്ട്. അപ്പം ആ പുറത്തേക്കുള്ളൊരു എക്സ്പാൻഷൻ, ഔട്ട് ഓഫ് സ്റ്റേറ്റുള്ള എക്സ്പാൻഷൻ എങ്ങനെയാണ് സാധ്യമായത്? എങ്ങനെ ഈസി ആയിരുന്നോ? നമ്മൾ ഏകദേശം കർണാടകയിൽ നമുക്ക് 6 ബ്രാഞ്ചസ് ഉണ്ട് ഇപ്പോൾ. 6 ബ്രാഞ്ച് കർണാടകയിലുണ്ട്. തമിഴ്നാട്ടിൽ 3 ബ്രാഞ്ചുണ്ട്. ശരി, കർണാടകയിൽ ശരിക്കും നമ്മൾ 10 വർഷത്തോളമായി സ്റ്റാർട്ട് ചെയ്തിട്ട്. 10 വർഷത്തിന് മുകളിലായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി. കർണാടകയിൽ ശരിക്കും നമ്മുടെ ഡീലറായിട്ടുള്ള ഒരാളായിരുന്നു. പിന്നെ ഒരു ബ്രാഞ്ച് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അതേപോലെ അത് പിന്നീട് വലുതായി, പാർട്ട്നേഴ്സ് വരുന്നു, പുതിയ ബ്രാഞ്ചുകൾ വരുന്നു. ആ രീതിയിൽ കർണാടകയിൽ ഇനീഷ്യൽ ടൈം ഐ തിങ്ക് വി ഹാഡ് അറൌണ്ട് 98% മാർക്കറ്റ് ഷെയർ. ഇപ്പോഴാണ് കർണാടക പാസ്റ്റ് 2 years ആയിട്ടുള്ള കർണാടകയിൽ പല കമ്പനീസും സ്റ്റാർട്ട് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ട്. ബട്ട് സ്റ്റിൽ വി ഹാവ് മോർ ദാൻ 90% മാർക്കറ്റ് ഷെയർ ഇൻ ദ കർണാടക മാർക്കറ്റ്. ശരി. അതേപോലെ തമിഴ്നാട്ടിൽ നമ്മൾ റീസെൻ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ നല്ല രീതിയിൽ അവിടെ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തു. അവിടെയും കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് ബിസിനസ് വളർന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഏരിയയിൽ ഒരു ഫ്രാഞ്ചൈസി തുടങ്ങുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്നത് ജസ്റ്റ് അവരുടെ ഒരു മെറ്റീരിയൽ മാത്രമല്ല, അല്ല നമ്മുടെ ഒരു ലോഗോ മാത്രമല്ല അവർക്ക് കൊടുക്കുന്നത്. നമ്മൾ ഈ 10-40 ബ്രാഞ്ചിൽ ഇത്രയും വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്തൊരു എക്സ്പീരിയൻസും കൂടെ അവർക്ക് കൊടുക്കുന്നുണ്ട്. ഒരു സെയിം പ്രൊഡക്റ്റ് സെയിം മാർക്കറ്റിൽ ചെറിയ ചേഞ്ചസേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ കേരളയും കർണാടകയും തമ്മിൽ വളരെ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോൾ ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യണം, എങ്ങനെ പുഷ് ചെയ്യണം, ഇതിന് എന്തൊക്കെ ചെയ്യണം, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് നല്ല രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത്രയും ബ്രാഞ്ചസിലൂടെ ഈ നമ്മുടെ ഓപ്പറേഷൻ എഫിഷ്യൻസി നല്ല രീതിയിൽ ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു പുതിയതായിട്ടൊരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്ക് എങ്ങനെ അത് എഫിഷ്യൻ്റായിട്ട് മാനേജ് ചെയ്യാം, എവിടെയൊക്കെ കോസ്റ്റ് കട്ട് ചെയ്യാം, എവിടെയൊക്കെ കോസ്റ്റ് സേവ് ചെയ്യാം, ഏതിലൊക്കെ അവർ കോസ്റ്റ് സ്പെൻഡ് ചെയ്യണം, മാർക്കറ്റിംഗ് ബഡ്ജറ്റ് എത്ര വേണം, അവരുടെ ടേൺ ഓവറിൻ്റെ എത്ര പെർസെൻറ്റേജാണ് അവർ മാർക്കറ്റിങ്ങിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എത്ര പെർസെൻറ്റേജ് വരെ അവർക്ക് മാക്സിമം ഔട്ട്സ്റ്റാൻഡിങ് വരാൻ പറ്റും, എത്ര പെർസെൻറ്റേജ് വരെ ഇവർക്ക് റെൻ്റായിട്ട് കൊടുക്കാൻ പറ്റും, എത്ര പെർസെൻറ്റേജ് വരെ സാലറി കൊടുക്കാൻ പറ്റും.
എത്ര പെർസെൻറ്റേജ് ആണ് എത്ര എമൗണ്ട് ആണ് നമ്മുടെ ഇൻവെൻറ്ററി ടേൺ ഓവർ വരേണ്ടത്, എത്ര ടൈമാണ് നമ്മുടെ ടേൺ അറൗണ്ട് ടൈം വരേണ്ടത്, ഈ എല്ലാ കാര്യങ്ങളും നമുക്ക് നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റും. സ്വാഭാവികമായിട്ടും ഈ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്ത് ഒരാൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഐ എം 100% ഷുവർ ദർ ഇസ് നോട്ട് ഗോയിങ് ടു ബി എനി ലോസ് ഇൻ ദ ബിസിനസ്. പിന്നെ നമുക്ക് ആകെ ഒരു ബിസിനസ്സിൽ ലോസ് വരാനുള്ള ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻവെൻറ്ററി ഹെൽഡപ്പ് ആയിട്ട് നമ്മുടെ ക്യാപിറ്റൽ ബ്ലോക്കായി നമ്മൾ പുറത്തുനിന്നൊക്കെ കടം എടുത്ത് അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ വരുന്നൊരു ഇഷ്യൂ മാത്രമാണ്.